ഇവിടെ ഒത്തിരി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ മഹത്തായ മഹാത്മാഗാന്ധിയെ പറ്റി സംസാരിച്ചല്ലോ. മഹാത്മാഗാന്ധിയെ പറ്റിയല്ലാതെ പുതിയ സിംഗിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ. ആ മഹാത്മാഗാന്ധിയുടെ നേരവകാശികളെന്ന് പറയുന്നവരാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളെയും തമസ്കരിച്ച് ഈ രാജ്യത്തെ ആഗോളവൽക്കരണ ശക്തികളുടെ കാൽപാദങ്ങളിൽ കൊടുക്കുന്നത്. അമേരിക്കയിൽ പോയി നിന്ന് അമേരിക്കയെ എതിർത്ത് ചില കാര്യങ്ങൾ സംസാരിച്ചുവെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ചെപ്പടി വിദ്യകളാണ്. അദ്ദേഹം നടപ്പിലാക്കുന്നത് ഓരോന്നും അമേരിക്കൻ അജണ്ടയാണ്. ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി ജാലിയൻ വാലാബാഗിന്റെ മണ്ണിൽ പൊരുതി മരിച്ച ധീര രക്തസാക്ഷികളുടെ മണ്ണ്, ആ ജാലിയൻ വാലാബാഗിന്റെ മണ്ണിൽ പൊരുതി മരിച്ച രക്തസാക്ഷികളുടെ നിണമണിഞ്ഞ മണ്ണെടുത്ത് ഇതിന് ഉത്തരവാദികളായവരെ തുരത്താതെ ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞ അവസാനം ബ്രിട്ടീഷുകാരന്റെ കഴുമരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ ശരീരത്തെ തൂക്കിലേറ്റാനാവും, എന്റെ രാജ്യത്തെ വിമോചനം എന്ന് പറയുന്ന അഭിവാഞ്ചിയെ 1000 ബ്രിട്ടീഷ് കഴുമരങ്ങൾക്കും തൂക്കിലേറ്റാനാവില്ല എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് പുഞ്ചിരിച്ച് ഒരു രാജ്യത്തിന്റെ വിമോചനത്തിനേക്കാൾ വലുതല്ല എന്റെ ജീവിതം എന്ന് പറഞ്ഞ് കടന്നുപോയ ഭഗത് സിംഗിന്റെ മണ്ണിൽ നിന്നും, ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിക്കുവാൻ ജീവൻ കൊടുത്ത ഭഗത് സിംഗിന്റെ മണ്ണിൽ നിന്നും അമേരിക്കക്കാരനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തുവാൻ പുതിയൊരു സിംഗ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം. ആ ഉറച്ച അഭിപ്രായം പറയുവാൻ ആർജവമുള്ള ഭരണാധികാരികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് തന്നെയാണ് ആഗോളവൽക്കരണത്തെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണല്ലോ, അവര് പറയുന്നതാണല്ലോ നമ്മൾ ഭക്ഷിക്കുന്നത്, അവര് പറയുന്നതാണ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, അവർ പറയുന്നത് നാം കുടിക്കും, അവരെ പോലെ ജീവിക്കണം. ആ തരത്തിലുള്ള കാര്യങ്ങൾ. ഇന്നൊരു സൂപ്പർ സ്റ്റാർ നിങ്ങളൊക്കെ ഹൈവേയിലൂടെ പോയാൽ മനോഹരമായി ചെരിഞ്ഞ് നിന്നിട്ട് വൈകിട്ട് എന്താ പരിപാടി കണ്ടില്ലേ? ഒരു രാജ്യത്തോടും ഒരു ജനതയോടും ചെയ്യാവുന്ന ഇതിൽ വലിയ വഞ്ചനയുണ്ടോ? അതും അധിനിവേശത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ADB കരാറ് കേരളത്തിൽ ചില മേഖലയിൽ നടത്തുന്നുണ്ട്. വിഷ്ണുനാഥ് ഇപ്പോഴാണോ ഇത് കണ്ടുപിടിച്ചത്? ചില താല്പര്യങ്ങൾ അവർക്കുണ്ടെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ. അവർക്ക് താല്പര്യമേ ഉള്ളൂ. ആഗോളവൽക്കരണ ശക്തികൾക്ക് എല്ലാം താല്പര്യമേ ഉള്ളൂ. ഇന്ത്യ പോലെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് കമ്പോളം പിടിച്ചടക്കാൻ അവൻ കടന്നു വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി പലതരത്തിൽ അവൻ വരും. അതിന്റെ ഒരു ഭാഗമാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യ പസഫിക് റീജിയനിൽ പ്രത്യേകമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ ബാങ്കിന്റെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമാർക്ക അമേരിക്കയ്ക്കും ജപ്പാനും 16.5% ഉണ്ട്. അതിന്റെ സ്ഥിരം ചെയർമാൻ ജപ്പാനാ. അവന് പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട്. എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, ഈ ലോകത്തെ വിമോചന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഇവിടെ സാർ സൂചിപ്പിക്കപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ, നിക്കരോഗയിലും പരോഗയിലും വെനിസുലയിലും അടക്കം നടക്കുന്ന അമേരിക്കയുടെ മുഖ്യനികയിൽ നിന്നുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ കാണിക്കുന്ന ഈ ആർജവം, ആ ആർജവത്തെ നാം അംഗീകരിക്കണം. ആ ആർജവം നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം. ആ പ്രവർത്തനം നാം സംഘടിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റിയുടെ ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞതിൽ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിന് ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഈ അധിനിവേശത്തിന്റെ കാര്യത്തിലും ഈ സാമ്രാജ്യത്വത്തിന്റെ കാര്യത്തിലും വളരെ വ്യക്തമായ ഒരു യുവജന സമീപനമുണ്ട്. വളരെ കൃത്യമായി ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. ഈ സാമ്രാജ്യത്വത്തിന് എതിരായിട്ടുള്ള സമീപനങ്ങൾ, സാമ്രാജ്യത്വത്തിന് എതിരായിട്ടുള്ള സമരങ്ങൾ, സാമ്രാജ്യത്വത്തിന് എതിരായിട്ടുള്ള വിളിച്ചുപറച്ചിലുകൾ, സാമ്രാജ്യത്വത്തിന് എതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങൾ ഒരിക്കലും ലോകത്ത് ഒരു തീവ്രമായ ചിന്താഗതി ഉയർത്താൻ, ഭീകരമായ ചിന്താഗതി ഉയർത്താൻ കാരണമായി തീരരുത് എന്ന് മുസ്ലിം യൂത്ത് ലീഗിന് നിർബന്ധമുണ്ട്. സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ, അവർ മുഴുവൻ ഇസ്ലാമിന്റെ അനുകൂലികളാണ്, ഇസ്ലാമിന്റെ മിത്രങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അത് ഇസ്ലാമിന് അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദത്തിന്റെ ആൾരൂപമായിട്ടുള്ള ആളുകളെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഭരണകർത്താക്കളാക്കാനും അവരുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരാക്കാനും വേണ്ടി തങ്ങളുടെ സംഘടനയും തങ്ങളുടെ യുവജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് വോട്ട് ബാങ്കിനെ ഒന്നടങ്കം കുത്തകയാക്കി അവർക്ക് പിന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് മുസ്ലിം ഏതൊരു കാര്യത്തിലായിരുന്നാലും ശരി, നിരീശ്വരവാദിയായിരുന്ന C. അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയ ഇന്ത്യൻ യൂണിയൻ, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ
പ്രായോഗിക നിലപാടിന്റെ ആളുകളാണ്. CH മുഹമ്മദ് കോയ മന്ത്രിയായി അച്യുതമേനോൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഗവൺമെന്റ് വാഹനം എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് തന്നെ കൃത്യമായും പാളയമ്പള്ളിക്ക് മുമ്പിൽ പോകുമായിരുന്നു. അല്ല, അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗുകാർ മതം വിട്ടിട്ടില്ല, ആശയങ്ങൾ വിട്ടില്ല, ആദർശങ്ങൾ വിട്ടില്ല. കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പഠിപ്പിച്ചു തന്ന ആശയവും ഒരു ആദർശമുണ്ട്. ആ രൂപത്തിൽ ഒരു പ്രായോഗികത രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്.